ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡാൻഡൻ എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 1 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളായത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ എല്ലാവരും ചേർന്ന് ഫുഡ് കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സിൽക്കിയുടെ കയ്യിൽ നിന്നും അയറയെ രക്ഷിച്ച് അവളെയും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഹേ, അന്ന് സ്കൂളിൽ വെച്ച് ആ പാത്രം നിന്റെ തലയിലോട്ടിട്ടത് ഞാനാണെന്ന് നിനക്ക് മനസ്സിലായല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നോട് മിണ്ടാത്തെ എന്ന് ചോദിക്കുകയാണ് അയാസ്. ഇല്ല, നീ വിചാരിക്കുന്നത് പോലെ അതുകൊണ്ടല്ല ഞാൻ നിന്നോട് മിണ്ടാത്തെ. നീ ഒരു ഡീമണാ. നിന്നെ പോലെയുള്ളവരൊക്കെ ഇല്ലാതാക്കാനാ ഞാൻ ജനിച്ചത് തന്നെ എന്ന് ഇത് കേട്ട് ടെൻഷനായ അയാസെ ഞാൻ ഡീമണൊന്നുമല്ല എന്ന് അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ അത് വിശ്വസിക്കുന്നില്ല. ഈ ഇരിക്കുന്ന പാവം പയ്യൻ ആ ലേഡിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവന്റെ യഥാർത്ഥ രൂപം ഞാൻ കണ്ടതാ. നിങ്ങൾ രണ്ടുപേരും ഡീമൺസാ. അതുപോലെ ഈ ഇരിക്കുന്ന ലേഡി സുന്ദരിയും സുമുഖിയും സുശീലയുമായ ഈ ലേഡിയെ കണ്ട് നീ മുത്തശ്ശി എന്ന് വിളിക്കുന്നു. അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്റെ വില എന്താണെന്ന് ഈ മോമോക്ക് അറിയില്ല. ഹേയ്, ഇന്നലെ കയറി വന്ന ഇവൾ നിങ്ങൾ സുന്ദരിയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പേരക്കുട്ടിയെ നിങ്ങൾ തള്ളി പറയുവാണോ? എനിക്കറിയാവടി, ഇവരെ രണ്ടുപേരെയും നീ നിന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയല്ലേ. ഈ ലോകത്തെ ഇല്ലാതാക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? എന്നാൽ ഞാനുള്ളിടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല. ഓ, ശരിക്കും ഞാനൊരു ഡീമൺ ആയിരുന്നെങ്കിൽ ആദ്യം ഞാൻ നിന്നെ ആയിരിക്കും കൊല്ലാൻ പോകുന്നത്. അങ്ങനെ രണ്ടുപേരും ചേർന്ന് അവിടെ അടികൂടി കൊണ്ടിരിക്കുകയാണ്. ശരി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അയർ അവിടെ നിന്ന് പോകുന്നു. ഹേയ്, നീ പേടിച്ചോടുവാണോ? അവിടെ നിൽക്കടി. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അയറാ. നിന്നെ രക്ഷിക്കാൻ ഈ ബ്യൂട്ടി മുത്തശ്ശിയുണ്ട് ഇവിടെ. ഹേയ്, എന്റെ മുത്തശ്ശിയായി പോയി. എല്ലായിരുന്നെങ്കിൽ മണ്ട അടിച്ച് ഞാൻ പൊളിച്ചേനെ. അപ്പോഴാണ് പുറത്തോട്ട് ഓടിപ്പോയി അയറ തിരിച്ചു വരുന്നത്. ഹേയ് ടക്കാക്കുറ, നീ എത്രയൊക്കെ ഒരു ഡീമൺ ആണെന്ന് പറഞ്ഞാലും എന്റെ ജീവൻ നീ ഒരുപാട് പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിന്? ഐറ, നിനക്കൊരു പ്രശ്നം വരുമ്പോ എനിക്കത് നോക്കി നിൽക്കാൻ പറ്റില്ല. ഇത് കേട്ട് ഐറയ്ക്ക് എന്തോ ഒരു ഫീലിങ്സ് വരുന്നു. നീ ഒരു ഡീമൺ ആണെന്ന് പറഞ്ഞാലും നിന്റെ അകത്ത് മനുഷ്യത്വമുണ്ട്. സോ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവളുടെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഐറ അവിടെ നിന്നും പോകുന്നു. എന്ത് ഫീലിങ്സ് ആയത്? ഇത് വളരെയധികം വിചിത്രമായിരിക്കുന്നു. കൺട്രോളിലിരിക്കുന്ന ഒരു ഡീമണും സ്വതന്ത്രയായിരിക്കുന്ന ഒരു മനുഷ്യനും തമ്മിൽ പ്രണയമോ? ഇല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഐറ. പിന്നീട് നമ്മൾ കാണുന്നത് നഷ്ടപ്പെട്ട ടക്കാക്കുറയുടെ ബോൾസ് അതാത് സ്ഥാനത്ത് വെക്കാൻ ശ്രമിക്കുന്ന ടെർബോ ഗ്രാനിനെയാണ്. ബോൾസ് തിരിച്ചു വെക്കുവാന്നുള്ള പേരിൽ അവർ രണ്ടുപേരും അവിടെ ബേസ്ബോൾ കളിക്കാൻ ശ്രമിക്കുന്നു. ഓക്രോണിനെ ലക്ഷ്യമാക്കി ടെർബോ ഗ്രാനി ബോൾ എറിയുന്നുണ്ടെങ്കിലും അത് അടിക്കാൻ മുത്തശ്ശിയെ കൊണ്ട് സാധിക്കുന്നില്ല. ബോൾസ് തിരിച്ചു കയറിയ വേഗത്തിൽ വേദന കൊണ്ട് അവിടെ നിന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് അവൻ. ഹേയ് ഓക്രോൺ, ബോൾ തിരിച്ചു കിട്ടിയോ? സോ ബോൾ തിരിച്ചു കിട്ടിയ കാര്യം അറിഞ്ഞ് അവർക്ക് എല്ലാവർക്കും സന്തോഷാവുന്നു. എന്നാ ഒരു ബോൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരു ബോൾ കൂടി ബാക്കിയുണ്ട്. അത് എവിടെയായിരിക്കും എന്ന് ചിന്തിച്ച് സ്കൂളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. ഹേയ് ഓക്രോൺ, നിന്റെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? അത് വെച്ച് ഒക്കൾട്ട് ഫോറം എവിടെയാണെന്നൊന്ന് നോക്കാമായിരുന്നു. ഓ, എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആദ്യം നോക്കിയേനെ. ശരി, പാർട്ട് ടൈം ജോലി എടുത്തിട്ടാണെങ്കിലും ഒരു ഫോൺ മേടിച്ചേ പറ്റൂ. ശരി, നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം എന്ന് പറഞ്ഞ് ടാറ്റയും കൊടുത്ത് മുന്നോട്ട് പോവാണ് അയാസെ. സോറി അയാസെ, ലഞ്ച് ടൈമിൽ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഓ, അങ്ങനെയെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് കഫേയിലോട്ട് പോകാം. ഇല്ല, അപ്പോഴും എനിക്ക് ജോലിയുണ്ട്. ഓ, എന്നാ ശരി എന്ന് പറഞ്ഞ് അയാസെ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ലഞ്ച് ടൈമിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഓക്രോൺ അവിടെയാണെന്ന് അവളുടെ ഫ്രണ്ട്സ് അവളോട് ചോദിക്കുന്നത്. അവനെന്തോ പ്രധാനപ്പെട്ട ജോലിയുണ്ടത്രേ. പക്ഷെ അവൻ എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഓ, ഒരു പക്ഷേ അവന് പുതിയ ഗേൾ ഫ്രണ്ട് എങ്ങാനും സെറ്റായി കാണുമോ? അപ്പോഴാണ് അയാസെ ഐറയെ പറ്റി ആലോചിക്കുന്നത്. ഹേയ്, അങ്ങനെ വരാൻ സാധ്യതയില്ല. ശരി, ഞാൻ പോയി ജ്യൂസ് എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരാം. അങ്ങനെ ജ്യൂസ് എല്ലാം മേടിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് അയാസെ ആ കാഴ്ച കാണുന്നത്. ആ കാഴ്ച കണ്ട് അവൾ ആകെ അങ്ങ് ഇല്ലാണ്ടാകുന്നു. സോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അയാസയോട് ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഓക്രോൺ പോയത് ട്രെയിനിങ് ചെയ്യാനായിരുന്നു. സോ അവന്റെ ഒരു ബോൾ കൂടി ഇനി അവന് കിട്ടാനുണ്ട്. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഒരു ഫൈറ്റ് തന്നെ നടക്കും. അതിനു മുൻപ് തനിക്ക് എങ്ങനെയെങ്കിലും സ്ട്രോങ് ആയേ പറ്റൂ എന്ന് പറഞ്ഞ് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്രോൺ. ട്രെയിനിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അയാസയുടെ മുത്തശ്ശിയായിരുന്നു അവന് പറഞ്ഞു കൊടുത്തിരുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇപ്രാവശ്യം മിസ് അയാസയെ ഞാൻ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ. അപ്പോഴാണ് ഐറ അങ്ങോട്ട് വരുന്നത്. ഹേയ് ടക്കാക്കുറ, ഒരു ഡീമണായ നീ ഒരു മനുഷ്യനായ എന്നെ നിന്റെ ജീവൻ പോലും നോക്കാതെ നീ രക്ഷിച്ചു. എന്റെ ഉള്ളിലെ ഫീലിങ്സ് എനിക്ക് അടക്കി വെക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങോട്ട് വാ, അടുത്തോട്ട് വാ എന്ന് പറഞ്ഞ് കിസ് ചെയ്യാൻ ശ്രമിക്കുവാണ് ഐറ. എന്നാ പെട്ടെന്ന് തന്നെ ഓക്രോൺ അവളുടെ മോത കിട്ടുന്നു കൊടുക്കുന്നു. ഹേയ്, നീ എന്ത് ഈ കാണിക്കുന്നേ? നമ്മൾ ഒരാളോട് ഇഷ്ടം പറയാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവരെ കിസ് ചെയ്യണം. അങ്ങനെയാ ആ ബുക്കിൽ എഴുതിയിരുന്നേ. ട്രൂ ലവ് പറയാൻ പോകുമ്പോ എന്തായാലും കിസ് ചെയ്യണം, അല്ലേ? ഹേയ്, കണ്ണി കണ്ട ബുക്കൊക്കെ നീ എന്തിനാ വായിക്കാൻ നിൽക്കുന്നേ? അത് പിന്നെ എന്റെ അച്ഛന്റെ DVD-യിലും അങ്ങനെയാ കൊടുത്തേ.
ഏയ് അച്ഛന്റെ DVD എന്തിനാടി നീ എടുത്തു നോക്കിയേ? ഈ സ്കൂളിലുള്ള ബോയ്സ് എല്ലാം നിന്നെ വളക്കാനാണ് നോക്കുന്നത്. നിന്നെ പോലെ സുന്ദരിയായ പെൺകുട്ടിയൊന്നും എന്നെ പോലെ മണ്ടനായ ഒരുത്തിനെ കിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാ പറയുന്നേ ഈ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്ന്. ഈ സ്കൂളിലെ വളരെ സുന്ദരിയായിരിക്കുന്നത് എത്രത്തോളം കഷ്ടമാണെന്ന് നിനക്കറിയോ? ലവിനെ ഇങ്ങനെ നമ്മുടെ കയ്യിലാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഡേയ് ഞാൻ നിന്നെ അങ്ങനെ ഒരു ആംഗിളിൽ കണ്ടിട്ടില്ല, എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് വിളിച്ചു പറയുവാണ് ഓക്കറൂൺ. ഇല്ല, എനിക്ക് എന്റെ ലവിനെ വേണം, എനിക്കത് സ്വന്തമാക്കണം. നിന്നെ വല്ല ഡീമണും കൺട്രോൾ ചെയ്യാണോ? അതാണോ നീ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നേ? സോ രണ്ടുപേരും അടികൂടി അവിടെ താഴെ വീഴുന്നു. താഴെ കിടക്കുന്ന ഐറയുടെ കണ്ണിലോട്ട് തന്നെ നോക്കി നിൽക്കുവാണ് ഓക്കറൂൺ. യെസ്, കിസ് ചെയ്യാൻ പറ്റിയ സമയം ഇതാ എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുവാണ് ഐറ. എന്നാ അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അയാസെ അങ്ങോട്ട് വരുന്നത്. അത് പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല മിസ് അയാസെ, നിൽക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അവളുടെ കൂടെ ഉല്ലസിക്കുന്നതാണല്ലേ നിന്റെ ജോലി. മിസ് അയാസെ, അങ്ങനെയല്ല, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ പുറകെ വരരുത്. സോ ഇത് കേട്ട് ഓക്കറൂൺ ഒരുപാട് സങ്കടാവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാൻഡിസ് റിമ്പുകളെ പറ്റി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ്. മാൻഡിസ് റിമ്പുകളുടെ ഒരു പഞ്ച് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിലായിരിക്കും വരുന്നത്. അത് 150 കിലോഗ്രാമോളം വരും. ഒരു ശരാശരി മനുഷ്യനേക്കാൾ 700 ടൺ അധികമായിരിക്കും. ഇതിന്റെ ഒരു പഞ്ച് ഉപയോഗിച്ച് ആനയെ വരെ താഴെയിടാം. വെള്ളത്തിനടിയിലായിരിക്കുമ്പോ ഇതിനെ ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ അക്യൂറത്തിൽ കിടക്കുന്ന ഒരു മാൻഡിസ് റിമ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അയാസെ. അതിന്റെ അടുത്ത് വെച്ചിരുന്ന സ്കെയില് തന്നെ അത് അടിച്ചു പൊട്ടിക്കുന്നു. നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരാളുടെ മണ്ടയടിച്ച് പൊട്ടിക്കണമെന്നായിരിക്കുമല്ലേ നിന്റെ ആഗ്രഹം? ഹേയ്, ഇവളെന്താ ജീവികളോടൊക്കെ സംസാരിക്കുന്നേ? ഇവൾക്ക് പ്രാന്തായോ? സോ പ്രാന്ത് പിടിച്ച അയാസെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുവാണ്. എന്ന തന്നെ പറ്റി തെറ്റായി മനസ്സിലാക്കിയ അയാസയെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കുവാണ് ഓക്കറൂൺ. അവൾ എന്നെ വീണ്ടും വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രോങ് ആയേ പറ്റൂ. എന്റെ കഷ്ടപ്പാടിനുള്ള റിസൾട്ട് എല്ലാം തീർച്ചയായിട്ടും അവൾ കാണും. ഇനിയും ഒരുപാട് സ്ട്രോങ് ആയാൽ മാത്രമേ മിസ് അയാസയെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കൂ. പെട്ടെന്നാണ് തനിക്ക് ചുറ്റും ഒരുപാട് വെള്ളമുള്ളത് ഓക്കറൂൺ മനസ്സിലാക്കുന്നത്. സോ തന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളെയും കാണാനില്ല. എന്താ ഇത് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി അലറുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. അങ്ങോട്ട് ഓടിച്ചെന്ന് അവൻ കാണുന്നത് പേടിച്ച് വരച്ചു നിൽക്കുന്ന ഐറേനെയാണ്. ഹേയ്, എന്തു പറ്റി? മറ്റുള്ളവരൊക്കെ എവിടെയാ? എനിക്കറിയില്ല ഇവിടെ എന്താ നടക്കുന്നത്. ഇതെല്ലാം ആ അയാസയുടെ പണിയാണോ എന്ന് ചോദിക്കുകയാണ് ഐറ. അപ്പോഴാണ് അയാസയെ പറ്റി ഓക്കറൂണിന് ഓർമ്മ വരുന്നത്. അവളുടെ ക്ലാസ്സിൽ ചെന്ന് നോക്കിയ ഓക്കറൂണിന് അവളെ അവിടെ കാണാൻ സാധിക്കുന്നില്ല. വെയിറ്റ്, കുറച്ചു നാളുകൾക്ക് മുൻപ് ഇതുപോലെ തന്നെയാ സംഭവിച്ചത്. എന്നാൽ ഇതേ സമയം ലാബിലായിരുന്ന അയാസയ്ക്ക് തനിക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്താ ഇത്? എങ്ങനെയാ ഇവിടെ ഇത്രയും വെള്ളം വന്നേ? ഇത് എനിക്ക് മാത്രമാണോ അതോ ഓക്കറൂണിനും ഇതുപോലെ സംഭവിക്കുന്നുണ്ടോ? ഓ, എന്താ ഇത്? ഇതുപോലെയുള്ള സിറ്റുവേഷനില് ഞാൻ എന്തിനാ അവനെ പറ്റി ആലോചിക്കുന്നേ? ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നു. അപ്പോഴാണ് അവളുടെ പുറകിൽ നിന്നും എന്തോ വരുന്നത് പോലെ അവൾക്ക് തോന്നുന്നത്. എന്താ അത്? എന്താ ഇതിനെ കാണാൻ ഡൈനോസറിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കുവാണ് അയാസെ. അവളുടെ കാല് തട്ടി വെള്ളമൊന്ന് അനങ്ങുന്നു. അപ്പോഴാണ് ആ ഡൈനോസർ പോലെയുള്ള ജീവിയെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. അയാസെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അതിന് മനസ്സിലാകുന്നു. ആ വെള്ളത്തിൽ നിന്നും ലൈസർ പോലെയുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് ആ സ്ഥലം മുഴുവനായിട്ടും പൊളിച്ചു കളയുവാണ് ആ മോൺസ്റ്റർ. അങ്ങനെ ആ ജീവി അവിടെ നിന്നും തിരിച്ചു പോയതിനു ശേഷമാണ് അയാസയെ നമ്മൾ കാണുന്നത്. രക്ഷപ്പെട്ടു. ആ ഓക്കറൂണിന് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലല്ലോ. ഇതേ സമയമാണ് അവർ രണ്ടുപേരും ആ ശബ്ദം കേൾക്കുന്നത്. എന്താ ഇവിടെ നടക്കുന്നേ? എന്ത് ശബ്ദം അത്? ഒരുപക്ഷെ ആ മോമോ അയാസെ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുവാണോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതുപോലെ ഒന്ന് സംഭവിച്ചിരുന്നു. ഞാൻ മിസ് അയാസയുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ചുറ്റിലും വലിയ ചുമരുകൾ വന്നു. ആകാശം മൊത്തം ഇരുണ്ട് രാത്രി ആയതുപോലെയായിരുന്നു സിറ്റുവേഷൻ. അവിടെ നിന്നും ഒരു വിധത്തിലെ ഏലിയനെ അടിച്ച് തോൽപ്പിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടെ. എന്ത്? ഏലിയൻസോ? അത് ശരിക്കും ഉണ്ടോ? അതെ, സത്യം പറയുവാണെങ്കിൽ ഗോസ്റ്റിനേക്കാൾ വളരെ അപകടകാരിയാണ് ഏലിയൻസ്. കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നത് മനുഷ്യരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മോഷ്ടിച്ചുകൊണ്ട് പോവാനായിരുന്നു. പെട്ടെന്നാണ് അവരുടെ ബാക്കിൽ ഒരാൾ നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നത്. വളരെ വിചിത്രമായ ഒരു രൂപം. നിങ്ങളെന്താ സ്വപ്നം കാണുവാണോ എന്ന് ചോദിച്ചാൽ അത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ തന്റെ രൂപം മാറ്റി ഐറയെ ഓക്കറൂൺ രക്ഷിക്കുന്നു. ഓ, ഇത് വീണ്ടും തുടങ്ങിയല്ലേ? ശരി, ഇവിടെ നിൽക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം. ഹേയ് ഐറ, പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക. അപ്പോഴാണ് തല കറങ്ങുന്നത് പോലെ ഓക്കറൂണിന് തോന്നുന്നത്. പെട്ടെന്ന് അതാ അവനെ ആരോ അടിക്കുന്നു. ഞങ്ങൾ വീണ്ടും വന്നു. ഇപ്രാവശ്യം അതെടുക്കാതെ ഞങ്ങൾ പോകില്ല. എന്ത്? സർപ്പോണിയൻസ്? ഹേയ്, മര്യാദയ്ക്ക് മാറി നിൽക്ക്. അവന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. മര്യാദയ്ക്ക് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് കുരിശം പിടിച്ച് നിൽക്കുവാണ് ഐറ. ഹേയ് വേണ്ട, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക്. പെട്ടെന്ന് തന്നെ സർപ്പോണിയൻസ് അവളെ അറ്റാക്ക് ചെയ്യുന്നു. സ്പിരിച്വൽ എനർജി ആരുടെ കയ്യിലാണോ കൂടുതലിരിക്കുന്നത് അവർക്ക് മാത്രമേ ഇതിനകത്തിരിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ളപ്പോൾ ഇവൾ എങ്ങനെയാ ഇവിടെ? ശരി,
ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ ബനാന എടുത്തുകൊണ്ട് പോകുമെന്നാണ്. നീയായിട്ട് തന്നില്ലെങ്കിൽ അത് ഞങ്ങളായിട്ട് എടുത്തുകൊണ്ട് പോകും. ഡേയ് എന്തുവാടേ, വരുന്ന ഏലിയൻസിനും പ്രേതത്തിനും ഒക്കെ എന്റെ ബനാന വേണമെന്ന് പറഞ്ഞത് നടക്കണ കാര്യമാണോ? ബിക്കോസ് അത് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സയന്റിഫിക് ടെക്നോളജിയേക്കാൾ കൂടുതൽ നിന്റെ കയ്യിലിരിക്കുന്ന പവർ ശരിക്കും അമേസിംഗ്. സോ ആ പവർ ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ഞങ്ങൾ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഡേയ് അതെന്റെ പവർ ഒന്നുമല്ല, അത് എന്റെ മേലുള്ള ഒരു കേഴ്സാ. അതുപോലും അറിയാതെയാണോടാ നീയൊക്കെ എന്നെ കൊല്ലാൻ നടക്കുന്നത്. സോ സർപോണിയൻസ് അവനെ കൺട്രോൾ ചെയ്യുന്നത് സൈക്കിക് പവർ ഉപയോഗിച്ച് അയാസ് കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് അവന്റെ ബനാന മുറിച്ചു കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നു. ഡേയ് വേണ്ട, എന്നെ വിട്ടേക്ക്. ഇപ്പോഴാ കഷ്ടപ്പെട്ട് എന്റെ ഒരു ബോൾ ഞാൻ കണ്ടുപിടിച്ച് വിട്ടേക്ക്. പെട്ടെന്നാണ് ആ സർപോണിയൻസിനെ ആരോ അറ്റാക്ക് ചെയ്യുന്നത്. ലോകത്തെ രക്ഷിക്കാൻ തെരഞ്ഞെടുത്ത സുന്ദരിയായ ഏഞ്ചൽ അത് ഞാനാ. എന്റെ ടക്കാക്കുറെ മര്യാദയ്ക്ക് വിട്ടേക്ക്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കറോണിനെ പോലെ തന്നെ ഐറയുടെ രൂപവും മാറിയിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചിലർക്കെങ്കിലും ഇപ്പൊ മനസ്സിലായി കാണും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത സമയം അതുവരേക്കും ബൈ.